നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഞ്ചതന്ത്രം കഥകളാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ തന്ത്രം മിത്രഭേദം എന്ന് പറയുന്ന തന്ത്രത്തിലെ 5 തന്ത്രങ്ങളിലെ ആദ്യത്തെ തന്ത്രം 19 കഥകളിലൂടെ പഠിപ്പിക്കണേ. അതിലെ ഒരു കഥ ഒരു പ്രാവശ്യം ഞാൻ പറയുന്നില്ല, കാരണം അത്രയും നമുക്ക് ഓർമ്മയിൽ അല്ലെങ്കിൽ തന്നെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ കൺഫ്യൂഷനാകുന്ന ഒരു കഥയാണ് പഞ്ചതന്ത്രം കഥ. കഥയ്ക്കുള്ളിൽ കഥ അങ്ങനെയാണ്. ഇപ്പോൾ പിങ്കളൻ എന്ന് പറയുന്ന സിംഹവും ചത്തുപോകുമെന്ന് തന്നെ തീർച്ചയാക്കി ഉപേക്ഷിച്ചിട്ട് പോയ സഞ്ജീവകൻ എന്ന് പറയുന്ന കാളയും തമ്മിൽ ആദ്യം മൃഗരാജാവായ സിംഹൻ, വീരശൂര പരാക്രമിയായ സിംഹം തന്നെ ഭയപ്പെട്ടു ഈ സഞ്ജീവകൻ എന്ന കൂറ്റൻ കാളയുടെ മൂക്കറയിടൽ കേട്ട്. പിന്നീട് അവർ തമ്മിൽ കണ്ടുമുട്ടാനൊരവസരമുണ്ടായി. മന്ത്രി സിംഹരാജൻ്റെ മന്ത്രിപുത്രൻ പ്രോഷ്ടാവിൻ്റെ പുത്രന്മാരായ കരടകനും ദമനകനും ഇവർ തമ്മിൽ എന്താ നമ്മുടെ രാജാവ് ഇങ്ങനെ ഭയപ്പെടണേ, അത് കണ്ടെത്തണമല്ലോ എന്ന് കണ്ടെത്തി ഈ കാളക്കൂറ്റനാണ് എൻ്റെ ബുക്ക് റൈഡിലാണ് ഭയപ്പെടുത്തണമെന്ന് കണ്ടപ്പോൾ കാളക്കൂറ്റൻ്റെ അടുത്ത് ചെന്ന് ഇവർ തമ്മിൽ കുറേ നാൾ ഒന്ന് പരിചയമാവുകയാണെങ്കിൽ ഈ കാളക്കൂറ്റൻ നല്ലൊരു ഭക്ഷണമല്ലേ മഹാരാജാവിന്, അപ്പോൾ നമ്മളോട് സ്നേഹം ഉണ്ടാവുമല്ലോ രാജാവിനെന്ന് കരുതിയിട്ട് ഈ കാളക്കൂറ്റനെ അങ്ങേ കാണാനും സൽക്കരിക്കാനായിട്ട് ഞങ്ങളുടെ രാജാവ് കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരെ തമ്മിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവർ പരസ്പരം അങ്ങും ബഹുമാനിക്കാൻ. എന്തിനു പറയണു, മൃഗരാജാവും കാളക്കൂറ്റനും തമ്മിൽ എന്തെന്നില്ലാത്ത ചങ്ങാത്തായി. ആ ചങ്ങാത്തം കൊണ്ടുണ്ടായ ദോഷം എന്താ പറയുന്നത്, കാട്ടിലെ സർവമാന മൃഗങ്ങളോടുമുള്ള ശ്രദ്ധയും കരുതലും ഒക്കെ സിംഹരാജ്യത്തിൻ്റെ തീർന്നു ഈ കാളക്കൂട്ടനോടുള്ളൊരു ഇത് കഴിയുമ്പോൾ വിഷമായില്ലോ. കരടകനും സിംഹകനും പറഞ്ഞു, ഇതിപ്പോൾ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ വേണ്ടാത്തൊരു കാര്യത്തിൽ ഇടപെട്ട് ഇപ്പം നമ്മുടെ കാര്യം പോക്കായി എന്ന് മാത്രമല്ല ഇവിടുത്തെ മൃഗങ്ങളുടെ മൊത്തം പോക്കായി. ഇനിയിപ്പോൾ ഇത് പണ്ട് ഒരു സന്യാസി വര്യൻ പറയേണ്ടായി, എന്താ പറഞ്ഞതെന്ന് വിചാരിച്ച മൊത്തത്തിൽ സ്വയം കൃതാർത്ഥമെന്നല്ലാതെ എന്ത് പറയാൻ, തന്നത്തം വരുത്തി വെച്ച ഒരു എനക്കേട് എന്ന് തന്നെ ഉപദ്രവം, തൻ്റെ ഒരു പ്രവൃത്തിയുടെ ആലോചിക്കാതെയുള്ള പ്രവൃത്തി കൊണ്ടുണ്ടായ ദൂഷ്യം, അതിൻ്റെ ഒരു ഇതെന്ന് അല്ലാതെ എന്ത് പറയാൻ. പണ്ട് മേഷയുദ്ധത്തിൽപ്പെട്ട് കുറുക്കൻ ചത്തുപോയി, ആ കഥ അത് മേഷയുദ്ധത്തിൽ ചിപ്പയിട്ട് കുറുക്കൻ ചത്തുപോയത് ആ കഥ കേട്ടിട്ടില്ലേ? ഒരു യതിവര്യം പറഞ്ഞ് ഞാൻ കേട്ടേക്കണതാ എന്ന് പറഞ്ഞ് ദമനകൻ ആ കഥ പറയാൻ പോവുകയാണ്. മാത്രമല്ല അതോടുകൂടി ഭൂതിക്ക് നാശവും വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ശ്ലോകത്തിൻ്റെ 4 വരികൾ ഈ സന്യാസി വര്യൻ 4 സന്ദർഭങ്ങളിലായിട്ട് പറയുക. ആദ്യത്തേത് മേഷയുദ്ധം എന്താണെന്ന് വെച്ചാൽ കുറുക്കൻ ചത്തുപോയി. 2 മേഷങ്ങൾ, 2 മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ അതിൻ്റെ ഇട ചാടാൻ പോയ കുറുക്കൻ ആദ്യമൊക്കെ നല്ല സുഖമായിട്ട് അവർ തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ രക്തത്തുള്ളികൾ വീടുന്നൊക്കെ നക്കി കുടിച്ച് മാംസകഷ്ണങ്ങൾ തിന്ന് അങ്ങോട്ട് സന്തോഷിച്ചു. ഇവർ കുറേ ദൂരേക്ക് മാറി നിന്ന് മുന്നം പിടിച്ച് വീണ്ടും തലയങ്ങോട്ട് ഇടിക്കും. തലയിടിച്ചിടിച്ച് അവരുടെ ഇടയിൽപ്പെട്ട് ഇടി കൊണ്ട് കുറുക്കൻ ചത്തുപോയി. അതാണ് മേഷയുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ആ കഥയാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ദേവശർമാവ് എന്ന് പറയുന്ന സ്വയം കൃതാനർത്ഥങ്ങൾ, തന്നെത്താനുള്ള പ്രവർത്തിയുടെ ദൂഷ്യവശങ്ങൾ, ആലോചനയില്ലാത്ത പ്രവർത്തികൾ, അതും ഒരു ഭരണകർത്താവും അറിഞ്ഞിരിക്കേണ്ട ഒരു തന്ത്രമാണ്. ആലോചിക്കണം, ഈ പ്രവൃത്തി നടപ്പിൽ വന്നാൽ ദൂഷ്യമുണ്ടോ എന്ന് ചിന്തിക്കണം ഒരു ഭരണകർത്താവ്. രാജകുമാരന്മാരെയായിട്ട് ശർമാവ് എന്ന് പറയുന്ന മഹാഗുരു പഠിപ്പിക്കുന്നത്. അപ്പോൾ ദേശശർമാവ് എന്ന് പറയുന്ന ഒരു വിശിഷ്ടനായ സന്യാസി ഉണ്ടായിരുന്നു. ആ സന്യാസി വളരെ വിശിഷ്ടനായതുകൊണ്ട് പലരും അദ്ദേഹത്തെ കാണാൻ വരും, അവരവരുടെ പ്രശ്നങ്ങളൊക്കെ പറയും, ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. പലരും അദ്ദേഹത്തിൻ്റെ പാവങ്ങളൊക്കെ അനുസരിച്ച ദക്ഷിണ, പാവണക്കാരെ അവർക്കനുസരിച്ച ദക്ഷിണ, നല്ലൊരു വരുമാനം സന്യാസിക്ക് ഈ ഉണ്ടായി. അദ്ദേഹം വിശിഷ്ടനുമാണത്. ഈ പണം അങ്ങനെ ധാരാളം വന്നപ്പോൾ അദ്ദേഹത്തിന് സംശയം, അയ്യോ ഇതിപ്പോൾ കാശ് കുറേയില്ല, ഞാനിപ്പോൾ എവിടെ സൂക്ഷിക്കുക. അദ്ദേഹം ഒരു കാര്യം ചെയ്തു, കുറച്ച് കൂടുതൽ തുണി മേടിച്ചിട്ട് ഒരു തയ്യൽക്കാരനെ കണ്ടിട്ട് തനിക്കൊരു വലിയ ഷർട്ട് അങ്ങോട്ട് പഠിപ്പിച്ചു. ആ ഷർട്ടിന് കുറേ പോക്കറ്റുകൾ, ആ പോക്കറ്റുകളിൽ ഇങ്ങനെ മാറി മാറി നിക്ഷേപിച്ചു. എപ്പോഴും അദ്ദേഹം ഈ കൂട്ടിട്ടുണ്ടെങ്കിൽ നടക്കുള്ളൂ.
പണം സൂക്ഷിക്കണതൊക്കെ ഈ കോട്ടിൻ്റെ പോക്കറ്റില്ല. ഈ കോട്ടിട്ടുകൊണ്ട് നടന്ന സമ്പാദ്യം കൊണ്ട് ഇങ്ങനെ സന്യാസി നടന്നു. കുറേ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു മറ്റൊരു സുഹൃത്ത് വന്ന് കണ്ടു. അപ്പോൾ ഈ കോട്ടിൻ്റെ പലതരം ഒരുപാട് പോക്കറ്റുകളും പോക്കറ്റുകൾക്ക് ഉള്ളിലൊക്കെ എന്താ ഈ പൊതിഞ്ഞ് ഇങ്ങനെ വെക്കണമെന്ന് ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ് കേട്ടോ. ഈ കൂട്ടുകാരനായി വന്നത് ആഷാഢഭൂതി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ ആഷാഢഭൂതിക്ക് ഒന്നും മനസ്സിലായി, ഈ പോക്കറ്റുകളിലൊക്കെ പൊതിഞ്ഞ് വയ്ക്കണത് ഈ സന്യാസിയുടെ ഈ മഹലുദ്ദിനോ അങ്ങനെ ചിലവാക്കില്ല. അപ്പം സമ്പാദ്യമൊക്കെ ഈ പോക്കറ്റിലാണ് വെക്കണേ. ഈ കോട്ട് ഇങ്ങനെ എപ്പോഴും ഇട്ടുകൊണ്ട് കൊടുക്കുക. അങ്ങനെ കൂടെ നടന്ന് പരസ്പരം അങ്ങോട്ട് സ്നേഹവും ബന്ധവും കൂടി വിശ്വാസവും അങ്ങോട്ട് വർദ്ധിച്ചു. ആഷാഢഭൂതിയെ വലിയ സ്നേഹമായി, വലിയ സൗഹൃദമായി. എന്തിനു പറയണു, ദേവശർമാവിനെ സന്യാസിക്ക് ഈ ആഷാഢഭൂതിയെ ഒരുപാട് വിശ്വസിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരു ദിവസം കുളിക്കാനായിട്ട് ആറ്റിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ കോട്ട് കരയ്ക്ക് വെച്ചിട്ട് അങ്ങോട്ട് പോയി വല്ലവരും പൊക്കിക്കൊണ്ടുപോയി തൻ്റെ സമ്പാദ്യം മുഴുവൻ പോവില്ലേ. അപ്പം കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ട്, ഇത് കാവലിരിക്കണം കേട്ടോ, ഇതിന് കാവലിരിക്കണം, ഞാൻ വയ്ക്കണത് തിരിച്ച് പൊതിഞ്ഞു വെക്കണത് പണമെന്ന് മനസ്സിലായില്ലോ അങ്ങേക്ക്, ഞാൻ അങ്ങ് വിശ്വസിക്കുക കേട്ടോ എന്ന് പറഞ്ഞ് ഈ കോട്ട ഭദ്രമായിട്ട് മടക്കി പണത്തോടു കൂടി ആഷാഢഭൂതി ഏൽപ്പിച്ച് അദ്ദേഹം കുളിക്കാനിറങ്ങി സുഖമായിട്ട് അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ആ കാഴ്ച എന്താ, രണ്ട് നല്ല കരുത്തരായ ആട്ടിൻമുട്ടന്മാർ രണ്ടാളിങ്ങനെ ഇടികൂടും. ഒരു വട്ടം അവരുടെ കൂവലും കുറുക്കലും കരച്ചിലും ഒക്കെ കേട്ടിട്ടാണ് നോക്കിയത്. അദ്ദേഹം കുളി കഴിഞ്ഞിട്ട് കയറിയില്ല കേട്ടോ ആ സമയത്ത്. അങ്ങനെ നോക്കിയപ്പോൾ മുന്നോട്ട് തലകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിയിട്ടിക്കുക. അവരെന്തിനോ കാര്യത്തിനു വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് ദൂരെ നിന്ന് ഓടി വന്ന് ഇത്തിരി മാറി നിൽക്കണ ഒരു കുറുക്കൻ. ഇവർ രണ്ടുപേരും ഓടി മാറി നിന്ന് ആഞ്ഞു വരണേൻ്റെ ഇടയ്ക്ക് ഇവർ തല കൂട്ടിയിടിക്കുന്ന സ്ഥലത്ത് വീഴുന്ന രക്തമൊക്കെ നക്കി കുടിക്കും. മാംസകഷ്ണമൊക്കെ വേഗം കടുപ്പിടുന്നില്ല, കടാപിടി അങ്ങോട്ട് പഠിച്ചത് ആഹാരം കണ്ടെത്തുക. അപ്പം ഈ സന്യാസി വന്നു, ഇത് കൊള്ളാലോ ഈ കുറുക്കൻ്റെ പണി. രണ്ട് മുട്ടന്മാർക്ക് ഇടയിൽ നിന്നിട്ട് ഇപ്പം എപ്പോഴാണ് ആ വെടി കൊണ്ട് ചെന്ന് ഒരു ഇടി കിട്ടിയ ഒരു ഇടി കിട്ടി അതിലെ പെട്ടുപോയാൽ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഉണ്ട് രണ്ട് മുട്ടന്മാർ ഓപ്പം ഒടിഞ്ഞു വന്നു. കുറുക്കൻ ഒഴിഞ്ഞു മാറുന്നതിന് മുമ്പ് ഇടി, രണ്ടാളുടെ ഇടി ഒന്നിച്ചാൽ വന്നു. കുറുക്കൻ ചത്തു വീണു. അപ്പോൾ ഉടൻ തന്നെ മഹർഷി ഇത് കണ്ട മഹർഷി എന്ത് പറഞ്ഞു, ജംബുഗോ മേഷയുദ്ധേന, ആടുമുട്ടന്മാരുടെ യുദ്ധത്തിൽ ഇടപെട്ട ജംബുകൻ കുറുക്കൻ ചത്തുപോയി. എല്ലാവരും ചത്തുപോയി എന്ന് പറയാൻ പോവാനിരിക്കുക. അപ്പോൾ ആ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വരി അവിടെ വെച്ച് പാടി, ജംബുഗോ മേഷയുദ്ധേന. രണ്ടുപേർ തമ്മിലുള്ള തർക്കത്തിന് ഇടയിൽ ചാടിയ കുറുക്കൻ ചത്തുപോയി എന്നുള്ള അർത്ഥത്തിൽ ഒരു തന്ത്രം അവിടെ പഠിക്കുകയാണ് സന്യാസിയിൽ നിന്ന്. ആഷാഢഭൂതി കാവലിരിക്കുകയാണ് കേട്ടോ കോട്ടിന്. ഈ കഥ ഞാൻ അടുത്ത ദിവസം തുടരും. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ഇത് കഥകളതിസാഗരം എന്ന ചാനൽ ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി കൂടുതൽ പേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കൂ. കഥകൾ കേൾക്കൂ. പഞ്ചതന്ത്രം കഥകളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് നിങ്ങളും ചിലരൊന്നും കേട്ടിട്ടുണ്ടാവില്ല. കേട്ടിട്ടുള്ളവരൊന്നുകൂടെ കേൾക്കൂ, മറ്റുള്ളവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കൂ. കഥകൾ, നമ്മുടെ പഞ്ചതന്ത്രം കഥകൾ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്താണ്. രാഷ്ട്രമീമാംസ, ഭരണകർത്താക്കൾ അറിഞ്ഞിരിക്കേണ്ട തന്ത്രങ്ങളുടെ സത്യമാണ് പഞ്ചതന്ത്രം. മനസ്സിലാക്കൂ. നന്ദി.